ഞാൻ അയാളെ വിളിച്ചോണ്ടിരിക്കുകയാണ് സാറേ. കോൺട്രാക്ടറെ. അപ്പൊ അയാൾക്ക് പണിക്കാരെ കിട്ടില്ല എന്നാണ് പറയണത്. പിന്നെ എന്ത് ചെയ്യും നമ്മള്? എടോ, അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യേണ്ട സ്ഥലത്ത് വെറും തറക്കല്ലിട്ട് പോന്നിരിക്കാൻ ഒരു ചുക്ക് ചെയ്തിട്ടില്ല അവിടെ. അത് തറക്കല്ലിട്ടിട്ട് ഒരുപാടൊന്നും ആയിട്ടില്ലല്ലോ. ഇത് തറക്കല്ലിടല്ലേ ഉദ്ഘാടനം ഒക്കെപ്പാടെ ഒരുമിച്ച് നടത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കാനാണ് സാറേ? എടോ, ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത് ആ പരികുന്നം പഞ്ചായത്തിന്റെ ഒരു സ്വപ്നം. പഞ്ചായത്തിന്റെ കരികുന്നം പഞ്ചായത്തിന്റെ ഒരു സ്വപ്നമാണ്. ഇത് എത്ര നാളെന്ന് വിചാരിച്ച ആളുകൾ ഇങ്ങനെ പറ്റിക്കാണ്. മന്ത്രിയുടെ മുഴുവൻ ചീത്ത വിളി കേൾക്കണ ഞാനാ. എന്തിനോ 3-4 വർഷം ഉണ്ടായിട്ട് ഇത് സമയാസമയങ്ങളിൽ അങ്ങോട്ട് ചെയ്ത് തീർത്താൽ മതിയായിരുന്നല്ലോ. ഇത് എല്ലാം കൂടി ഈ ഒരു അവസാന കൊല്ലത്തിന് വേണ്ടി കാത്തു വെച്ചത് എന്തിന്? എടോ, ഈ 4 വർഷം കടന്നു പോയത് എങ്ങനെ അറിയോ തനിക്ക്? അറിയോ? 2 പ്രളയം, പിന്നെ ഒരു ഉരുൾപൊട്ടല്, ഇതൊക്കെ കഴിഞ്ഞപ്പോ കൊറോണയും എന്നിട്ട് പിടിച്ചു നിന്നില്ലേ സർക്കാർ? അതെ, ഇങ്ങോട്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ടട്ടോ. അടുത്ത ആഴ്ച മന്ത്രി ഉദ്ഘാടനത്തിന് എത്തുമ്പോ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് താൻ അവിടെ ഉദ്ഘാടനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിരിക്കണം. അത്ര എനിക്കറിയുള്ളൂ. ചെയ്തില്ലെങ്കിൽ അതപ്പ കാണാം. അതെ, എന്നാ സാർ ഒന്ന് വിളിച്ചു നോക്കി. ആരെ? ആ കോൺട്രാക്ടറെ. എന്റെ നമ്പർ നോക്കണ്ട, എടുക്കില്ല ഫോണേ. കോൺട്രാക്ടറെ വിളിച്ചിട്ട് ആ പണി ഏൽപ്പിക്കൽ എന്റെ പണി അല്ല. ആണോ? എന്തെന്നാണ് തന്നെ ഒപ്പം ലേശം അഹങ്കാരവും തോന്നുകയാണ്. കഴിഞ്ഞ 5 വർഷം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരോട് നടുനിവർത്തി നിന്ന് തൻ്റെ ഇടത്തോടെ അഹങ്കാരത്തോടെ കാണിച്ചു കൊടുക്കാൻ 2 സ്ഥാപനങ്ങളാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അല്ലേ? കരിങ്കുന്നം നിവാസികള് എന്തുകൊണ്ടും നിങ്ങളുടെ ഭാഗ്യമാണ് ഈ സത്യശീലനെ പോലെ ഒരാളെ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് നിങ്ങൾക്ക് ലഭിച്ചത്. സത്യശീലൻ സിന്ദാബാദ്, സത്യശീലൻ സിന്ദാബാദ്, സത്യശീലൻ സിന്ദാബാദ്, സത്യശീലൻ സിന്ദാബാദ്, സത്യശീലൻ സിന്ദാബാദ്. തോളോട് തോള് ചേർന്ന് നിന്ന് ഒരേ മനസ്സോടുകൂടി ഒത്തൊരുമയോടുകൂടി നിന്നുകൊണ്ട് ഇവിടുത്തെ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ എന്നെ സമയാസമയം ഫോണിൽ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ സത്യശീലൻ എന്ന ഈ മഹാവ്യക്തിയെ ഇങ്ങനെ അഭിനന്ദിച്ചാൽ പോരാ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരാളാണ് നമ്മുടെ ജില്ലാ സെക്രട്ടറി ശീതളൻ. ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ തന്നെ വരണമെന്ന് ശാഠ്യം പിടിച്ച ഈ ഒരു മഹാവ്യക്തിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അത് കള്ളൻ, മറ്റേ പേരും കള്ളൻ. അതിന്റെ അപ്പുറത്തുള്ള കള്ളന്റെ കഞ്ഞി വെച്ചു കൊടുത്തു. ഒരു കൂട്ടം തൊഴിലാളികളെ തന്റെ കൈപ്പിടിയിൽ നിർത്തിക്കൊണ്ട് വളരെ കൃത്യമായ സമയത്തിനുള്ളിൽ ഈ സംഭവം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ സഹായിച്ച തൊഴിലാളി നേതാവ് പ്യാരിജാദ്, അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. ഇനിയും ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഉദ്ഘാടന പരിപാടി നടക്കേണ്ടതുണ്ട് അല്ലേ? സമയമായില്ലേ? അപ്പോൾ കരിങ്കുന്നത്തെ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും അനുവാദത്തോടു കൂടി ഈ സ്ഥാപനം നിങ്ങൾക്കായി ഞാൻ സമർപ്പിക്കാൻ പോവുകയാണ്. ഈ സ്ഥാപനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കും. നമ്മുടെ മന്ത്രി മന്മഥ മന്ത്രി, നമ്മുടെ മന്ത്രി ഓമന മന്ത്രി, മന്മഥ മന്ത്രി ധീരതയോടെ നയിച്ചോളും. നമുക്കായി പദ്ധതി നൽകിയ മന്മഥ മന്ത്രി സിന്ദാബാദ്. സാറേ, അതെ, നമ്മുടെ ഈ ബിൽഡിങ്ങിന്റെ എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. സ്റ്റെപ്പ് വെച്ചോളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇവിടെ എനിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വരും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഇപ്പൊ ഹാളിലേക്ക് കയറി. ഹാളിലേക്ക് കയറി സാർ. ഇപ്പൊ ഈ സൈഡും OP ടിക്കറ്റുള്ള ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം. അതേപോലെ ഇവിടെയുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടി ഇവിടെ ഒരു TV, ഇവിടെയുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടി ഇവിടെ ഒരു TV. നമ്മൾ 2 സൈഡിൽ 2 TV അല്ല. പക്ഷെ ഈ തെങ്ങാ സമയത്ത് കളയത് അടയാളത്തിന് വേണ്ടി വെച്ചില്ല. TV വെക്കാനുള്ള സ്പേസ് അത് നല്ലതാണ്. അത് നോക്കി കണ്ടും തന്നെ ചെയ്യണം. പിന്നെ ഈ ഹാള് കഴിഞ്ഞ് നേരെ ഇച്ചിരി മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവിടെ 1, 2, 3, 4 റൂംസ്. അത് ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ളത്. വെരി ഗുഡ്. തൊട്ടപ്പുറത്താണ് ലാബ്. നല്ലതാണ്. അത് ആ ഭാഗം നല്ലതായിരിക്കും. അത്രയൊക്കെയാണ് നമ്മുടെ ടോയ്ലറ്റ് പോകണം.
ഇവിടെ വീട് അടുത്തുള്ളവരാരാ? സാറ് ടോയ്ലറ്റ് പോകണം. ചുമ്മാ ഇരിക്കണം. അതല്ലടോ, എന്ത് സാർ? ഞാനൊരു കോമൺ ടോയ്ലറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, അതെവിടെയാണ്? ഇവിടെ നമ്മുടെ ബിൽഡിങ്ങിന്. ബിൽഡിങ്ങില്. ഓ, അതെ. അതെവിടെയാണ്? അത് ഏകദേശം ഇവിടെ ഇട്ട് തന്നെ വരും. ഇവിടെ ഇവിടെ നമ്മളിപ്പോ നിക്കുന്ന ടോയ്ലറ്റില് എന്തായി നമ്മൾ ഇതിന്റെ നടയിലാണ് ഉദ്ഘാടനം ചെയ്യണത്. അല്ല, ഉദ്ഘാടനം ടോയ്ലറ്റ് ഉദ്ഘാടനം ചെയ്യണ സ്ഥലം അടുത്തടുത്ത് വരാൻ പാടില്ല. ഇപ്പൊ പണിതിട്ടില്ലല്ലോ സാറേ. അല്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാനുള്ളത്, ടോയ്ലറ്റ് ഇവിടുന്ന് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മാറ്റി ചെയ്യണം. ഇവിടുന്ന് മാറ്റാം. ഉദ്ഘാടനം ചെയ്യണത് ടോയ്ലറ്റ് അതൊന്നും ഒരിക്കലും അങ്ങനെ അതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ. ശരി. പിന്നെ ഇവിടെ മുറിക്കാനുള്ള സാധനം മാഡത്തിന്റെ അടുത്ത് എന്താ എന്നും ഉദ്ഘാടനമല്ലേ, അപ്പൊ ഞാൻ കൊണ്ടുനടക്കും. ഉദ്ഘാടനത്തിന് മുന്നേ ഒരു കാര്യം ചോദിക്കാണ്ട്. എന്താണ് ഇതിപ്പോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനല്ലേ? ഇവിടെ ഒരു കല്ല് മാത്രമല്ലേ ഇട്ടുള്ളൂ, വേറെ ബിൽഡിംഗ് ഒന്നും കാണുന്നില്ലല്ലോ ഇവിടെ. കല്ലില്ലേ? കല്ലുണ്ടല്ലോ. ആ കല്ലുണ്ട്. പിന്നെ ഇത് ഇത്രയും നിരത്തിയിട്ടെങ്ങനെ തനിക്ക് കണ്ണു കണ്ടൂടെ? ഈ സ്ഥലം ഇത്രയും നിരത്തി മൈതാനം പോലെ ആക്കിയിട്ടെങ്ങനെ ഇത് എത്ര നാളുകൊണ്ടാണ് നിരത്തിയത്? സാറേ, 2 മാസം രാവും പകലും ആളുകൾ അധ്വാനിച്ചിട്ടുള്ളതാണ് സാർ ഇവിടെ. 2 മാസം JCB ആള് നിന്ന് ഇത് നിരത്തിയിട്ട് താൻ കണ്ടില്ലേ? പിന്നെ എന്ത് പണിയെന്നൊക്കെ ചോദിക്കട്ടെ, താൻ ആരാണ്? അല്ല സാറേ, ബിൽഡിംഗ് കാണാത്തതിന്റെ ഒരു ഇതുകൊണ്ട് ചോദിച്ചു. ഇനിയിപ്പോ ഒരു ബിൽഡിങ്ങിന്റെ കാര്യമല്ലേ ഉള്ളൂ. അത് താന്ന് പറയുമ്പോ നാളെ ഇവിടെ ബിൽഡിംഗ് വരും. ഇത്രയൊക്കെ ചെയ്യാറെങ്കിൽ ഞങ്ങൾക്ക് അറിയാം. ബാക്കി അത് മാത്രമല്ല സാറേ, എന്താണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കന്നുകാലി വളർത്തു കേന്ദ്രം എന്ന് എഴുതിയിട്ട് ഇത് രണ്ടും കൂടി പടിയാണല്ലോ നടക്കുന്നത്. എന്റെ മാഷ, കന്നുകാലി വളർച്ച കേന്ദ്രം കുറച്ച് അകലെയാണ്. എല്ലാ കാര്യത്തിനും വേണ്ടി മന്ത്രിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ പറ്റുമോ? അപ്പൊ ഒരു ചടങ്ങിന് ഇവിടെ വന്നപ്പോ 2 ചടങ്ങ് കൂടി ഒരുമിച്ച് ചെയ്യണോ? സ്ഥലത്ത് കിട്ടുമ്പോ മന്ത്രിയാണ് ഞാൻ, മന്ത്രി കേട്ടോ. പിന്നെ ഇവിടെ ഒരു ബിൽഡിംഗ് എന്ന് പറയുമ്പോ ഇവിടെ നാളെ പണിഞ്ഞ് റെഡിയാക്കും. സാറ് ചെയ്തോ, സാറ് ചെയ്തോ. ഒന്നുമില്ല ഉജാലക്കിട്ട് പിന്നെ എല്ലാവരുടെ അനുഭവത്തോടു കൂടി പിന്നെ വലതുകാലം വെച്ച് ഐശ്വര്യമായിട്ട് നമുക്ക് അഭിമാനം തോന്നുകയാണ് കേട്ടോ. മന്മഥ മന്ത്രി സിന്ദാബാദ്, മന്മഥ മന്ത്രി സിന്ദാബാദ്, ധീരതയോടെ നയിച്ചോളൂ, ധീരതയോടെ നയിച്ചോളൂ.